നമുക്കൊരു ചങ്കി കോസി ബ്ലാങ്കറ്റ് ഉണ്ടാക്കിയാലോ? അതും ക്രോഷ്യോ ഹുക്സ് ഒന്നുമില്ലാതെ വെറും 3 മണിക്കൂറിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചങ്കി യാൺ റോൾസും സിസേഴ്സും മാത്രം മതി. നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ക്രിയേറ്റ് ചെയ്യണത്? ഇങ്ങനെ നമ്മുടെ വർക്കിംഗ് യാൺ എടുത്തിട്ട് ഇതുപോലെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ നമ്മുടെ സ്ലിപ്പ് നോട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് അത് മുറുക്കി കെട്ടണം. അത് അഴിഞ്ഞു പോകരുത്. നന്നായി മുറുക്കി കെട്ടുക. നമ്മുടെ ലൂസ് എൻഡ് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ വർക്കിംഗ് യാൺ. വർക്കിംഗ് യാൺ എടുത്ത് പിന്നെയും അതുപോലെ ഒരു ചെയിൻ ലൂപ്പ് ഉണ്ടാക്കുക. രണ്ടാമത്തെ ചെയിൻ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും വർക്കിംഗ് യാൺ എടുത്ത് മൂന്നാമത്തെ ചെയിൻ ലൂപ്പ് ഉണ്ടാക്കുക. പിന്നെയും അടുത്ത ചെയിൻ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് യാൺ എടുത്ത് അടുത്ത ലൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് ബ്ലാങ്കറ്റിന് എത്ര ലെങ്ത് വേണോ അത്രയും ചെയിൻ ലൂപ്സ് ഉണ്ടാക്കണം. ഞാനിവിടെ ഏകദേശം 30 ചെയിൻ ലൂപ്സാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ ബ്ലാങ്കറ്റിൻ്റെ ലെങ്ത്തിന് വേണ്ടി. ബേബി ബ്ലാങ്കറ്റ്സിനൊക്കെ ഇതിൻ്റെ പകുതി ലൂപ്സ് ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടേ അത് നമ്മൾ മെഷറിംഗ് ടേപ്പിൽ അളന്നെടുത്തിട്ട് അത്രയും ചെയിൻ ലൂപ്സ് ക്രിയേറ്റ് ചെയ്താലും മതിയാകും. എൻ്റെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാങ്കറ്റിൻ്റെ സെക്കൻഡ് റോ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് വിഡ്ത്ത് വൈസാണ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലാസ്റ്റ് ചെയിൻ ലൂപ്പിൽ നിന്ന് വീണ്ടും ഒരു ചെയിൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ബട്ട് ഇത്തവണ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് റൈറ്റ് ഞാനത് മുകളിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റിൻ്റെ വിഡ്ത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഓരോ ചെയിൻ നോട്ടിൻ്റെ ലിങ്കിൽ നിന്നും ഇതുപോലത്തെ ക്യൂട്ട് ബണ്ണി തിങ് ഇല്ലേ അത് നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ അടുത്ത ചെയിൻ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ബണ്ണി ഇയർ. അങ്ങനെ 30 ലൂപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 30 ബണ്ണി ഇയേഴ്സ് ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ സെക്കൻഡ് റോ റെഡി ആയിട്ടുണ്ട്. 30 ബണ്ണി ലൂപ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വളരെ ഈസിയാണ് ബ്ലാങ്കറ്റ് ബിൽഡ് ചെയ്യാൻ. നമ്മുടെ ആദ്യത്തെ ബണ്ണി ലൂപ്പിലൂടെ വീണ്ടും അടുത്തൊരു ബണ്ണി ലൂപ്പ്, സെക്കൻഡ് ബണ്ണി ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത ബണ്ണി ലൂപ്പ്. ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരേ വലിപ്പമുള്ള ബണ്ണി ലൂപ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്ത റോയും അതുപോലെ തന്നെ നമ്മുടെ ബണ്ണി ലൂപ്സിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ബണ്ണി ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ബണ്ണി ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നെക്സ്റ്റ് ബണ്ണി ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ത്രൂ ഔട്ട് ഇതുപോലെ തന്നെയാണ് നമ്മളിനി ബ്ലാങ്കറ്റ് ഫുൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. 250 ഗ്രാമിൻ്റെ 8 യാൺ റോൾസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു റോള് തീർന്നു കഴിയുമ്പോൾ അടുത്ത റോളുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കണക്ട് ചെയ്യാനുള്ള എൻഡ്സ് ഇതുപോലെ ചെരിച്ച് തിന്നായിട്ട് കട്ട് ചെയ്യുക. കൂട്ടിക്കെട്ടുമ്പോൾ ബൾക്കി ആവാതിരിക്കാനാണ് ഇങ്ങനെ തിന്നായിട്ട് ചെരിച്ച് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കൂട്ടിക്കെട്ടാം. നല്ലപോലെ മുറുക്കി കെട്ടിയിട്ട് ലൂസ് എൻഡ്സ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഈസി ആയിട്ട് നൂലും സൂചിയും ഒന്നുമില്ലാതെ തന്നെ നമ്മൾ യാൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. യാൺസ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത് ബ്ലാങ്കറ്റ് ബിൽഡ് ചെയ്ത് പോവുക. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ചങ്കി യാൺ റോൾസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് ടീമു എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എനിക്ക് വളരെ ചീപ്പായിട്ടത് കിട്ടിയതുകൊണ്ട് ഞാൻ 8 റോൾസാണ് ഓർഡർ ചെയ്തത്. ടീമു ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ചങ്കി യാൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ്. ബേബി ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും നമ്മുടെ കൗച്ച് ഡെക്കോറായിട്ടും ലിവിങ് ഡെക്കോറായിട്ടും ഒക്കെ ഇത് അടിപൊളി ഓപ്ഷനാണ്. അതുപോലെ അടിപൊളി ഒരു DIY ഗിഫ്റ്റ് ഐഡിയ കൂടിയാണിത്. കാരണം ഹാൻഡ് ക്രാഫ്റ്റഡ് ഗിഫ്റ്റ്സ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ.
അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ ലാസ്റ്റ് റോയിലെത്തി. ഇനി എങ്ങനെ ബ്ലാങ്കറ്റിൻ്റെ ലാസ്റ്റ് ലൂപ്പ് ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ലൂപ്പ് എടുത്ത് തൊട്ടടുത്ത ലൂപ്പിൻ്റെ മുകളിൽ ഇതുപോലെ, എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വർക്കിംഗ് യാൺ എടുത്ത് അടുത്ത ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തൊട്ടടുത്ത ലൂപ്പിൻ്റെ മുകളിലൂടെ ഇതുപോലെ. വീണ്ടും ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ വർക്കിംഗ് യാൺ എടുത്ത് അടുത്ത ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തൊട്ടടുത്ത ലൂപ്പിൻ്റെ മുകളിൽ ഇതുപോലെ. ഇപ്പോൾ ഏകദേശം ഒരു പിന്നൽ പോലെ തോന്നുന്നില്ലേ? ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റിൻ്റെ എൻഡ് ഫിനിഷിങ്. ഈ സ്റ്റെപ്സ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുക ടിൽ ലാസ്റ്റ് ലൂപ്പ്. അങ്ങനെ ലാസ്റ്റ് ലൂപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു കെട്ടിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് യാൺ എടുത്ത് നല്ലപോലെ മുറുക്കി അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടുക. എന്നിട്ട് നമുക്ക് ആ ലൂസ് എൻഡ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ തന്നെ ബ്ലാങ്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ലൂസ് എൻഡും കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റിൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. ലൂപ്സ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എത്ര വലിച്ചാലും ഇതൊന്നും പൊട്ടിപ്പോരത്തൂല. മാത്രമല്ല വാഷിംഗ് മെഷീൻ സേഫും കൂടിയാണിത്. See how cozy it looks, right? Let me know your thoughts in comments, please. Thank you. Bye-bye.